إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും പ്രിയം നിറഞ്ഞ സത്യാന്വേഷികളായ വിശ്വാസികളെ വിശ്വാസിനികളെ, സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ എല്ലാ ഓരോരുത്തരോടും ഏറെ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ആ നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞകളും കൽപ്പനകളുമെല്ലാം കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുകയും നാളെ മരണാനന്തര ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന നാളിൽ അവൻ ഒരുക്കി വച്ചിട്ടുള്ള സ്വർഗപൂന്തോപ്പിൽ നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കുള്ള ഇബാദത്തുകളിൽ ലളിതമായതും എളുപ്പമായതും പ്രയാസമുള്ളതുമൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കർമ്മങ്ങൾക്കും ഒരുപോലെയല്ല പ്രതിഫലമുള്ളത്. പ്രയാസപ്പെട്ട് ചെയ്യുന്ന ഇബാദത്തുകൾക്ക് എളുപ്പമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാളും അതിന്റെ പ്രതിഫലം വ്യത്യസ്തമായിരിക്കും. കുറച്ച് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് നിർവഹിക്കേണ്ടുന്ന ഒരു ഇബാദത്താണ് നോമ്പ് എന്നത്. ഏകദേശം 12 മണിക്കൂറിലധികം
അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നു. രാവിലെ 5:35 സുബ്ഹി ബാങ്ക് വിളിച്ചാൽ വൈകുന്നേരം 6:35 വരെയുള്ള സമയങ്ങളിൽ ഭക്ഷണവും പാനീയവും നമ്മളെ കയ്യിലുണ്ടായിരിക്കെ തന്നെ ഇതൊക്കെ നമ്മൾ അല്ലാഹുവിന് വേണ്ടി ത്യജിക്കുകയാണ്, ഉപേക്ഷിക്കുകയാണ്. ചില സമയങ്ങളിൽ കഠിനമായ ചൂടായിരിക്കും, ചില സമയങ്ങളിൽ നട്ടുച്ച സമയങ്ങളിലൊക്കെ നല്ല ചൂടാണ്. അതുപോലെ തന്നെ ചില ആളുകൾ കഠിനമായ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, നോമ്പനുഷ്ഠിച്ചുകൊണ്ട്. അതും ഈ പറഞ്ഞ പോലെ കഠിനമായ വെയിലും കഠിനമായ ചൂടും, അതോടൊപ്പം പ്രയാസകരമായ ജോലിയും. അതിന്റെ കൂടെയാണ് വെള്ളവും ഭക്ഷണവുമെല്ലാം ഉപേക്ഷിച്ച് ത്യാഗം സഹിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്നത്. ഇങ്ങനെ പ്രയാസങ്ങൾ സഹിച്ച് നിർവഹിക്കുന്ന നോമ്പിന്റെ പ്രതിഫലം നമുക്ക് കണക്കാക്കാൻ പറ്റാത്ത അത്രയുമാണ്. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ قال رسول الله صلى الله عليه وسلم كل عمل ابن آدم يضاعف الحسنة 10 أمثالها إلى 700 ضعف. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു പറഞ്ഞതായി ഖുദ്സിയായ ഹദീസാണ്, ആദം സന്തതികളായ മനുഷ്യരുടെ എല്ലാ കർമ്മങ്ങൾക്കും 10 മുതൽ 700 ഇരട്ടി വരെയാണ് പ്രതിഫലം. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കുമുള്ള പ്രതിഫലം നിശ്ചയിച്ചിട്ടുള്ളത് 10 മുതൽ അങ്ങോട്ട് 700 ഇരട്ടി വരെയാണ്. ഒരു നന്മ ചെയ്താൽ അതിനൊരു പ്രതിഫലമല്ല രേഖപ്പെടുത്തുന്നത്, 10 പ്രതിഫലമാണ് ഏറ്റവും ചുരുങ്ങിയത്. കൂടിയതാകട്ടെ 700 വരെയാണ്. അത് ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളുടെ നിയ്യത്തും ഇഖ്ലാസും ഒക്കെ അനുസരിച്ചായിരിക്കും. എന്നിട്ട് അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി പ്രവാചകൻ പറയുകയാണ്, ഖാലല്ലാഹു അസ്സ വജല്ല ഇല്ലാ സൗമ ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി. അല്ലാഹു പറയുന്നു, നോമ്പ് ഒഴികെ അതിന് ഞാൻ കണക്കാക്കിയിട്ടില്ലാത്ത പ്രതിഫലമാണ് ഞാൻ നൽകുന്നത്. അതിന് 700 ഇരട്ടിയല്ല, അതിന് എത്രയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അനുഷ്ഠിച്ച ആളുകൾക്ക് നൽകുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അത് കണക്ക് നിശ്ചയിച്ചിട്ടില്ല എന്നതാണ്. അതിന് ഈ നിലക്കുള്ള ത്യാഗങ്ങൾ ഉള്ളത് കൊണ്ടാണ്. പ്രഭാതോദയം മുതൽ സൂര്യാസ്തമയം വരെ അന്നപാനീയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് എല്ലാവർക്കും നോമ്പിന്റെ പ്രതിഫലം അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുമോ എന്നത് നമ്മൾ ആലോചിക്കണം. ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. നോമ്പുകാരൻ നോമ്പ് മുറിക്കുന്ന വേളയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ കാണാം, എന്താണ് ആ പ്രാർത്ഥന? നമുക്കൊക്കെ അറിയാവുന്ന പ്രാർത്ഥനയാണ്. ذهب الظمأ وابتلت العروق وثبت الأجر إن شاء الله. നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ദാഹം മാറിപ്പോയി, ദാഹം ശമിച്ചിരിക്കുന്നു, എന്റെ ഞരമ്പുകൾ, നാഡീ ഞരമ്പുകളെല്ലാം അത് നനഞ്ഞിരിക്കുന്നു, കിളിർത്തിരിക്കുന്നു. എന്നിട്ട് പറയുന്ന വാചകമാണ്, പ്രിയമുള്ളവരെ, നമ്മളെ ഏറെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടുന്ന വചനം, വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഉദ്ദേശിച്ചാൽ അവന് പ്രതിഫലം ഉറപ്പായി എന്നാണ്. അതെ, നോമ്പുകാരന് ലഭിക്കുന്ന പ്രതിഫലം, ആ പ്രതിഫലം ലഭിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ ഉദ്ദേശമുണ്ടാകണം.
അള്ളാഹു ഉദ്ദേശിക്കാത്ത ഒന്ന് പ്രതിഫലമില്ല എന്നതാണ്. അപ്പോൾ നോമ്പുകാരിൽ ചില ആളുകൾക്ക് പ്രതിഫലമുണ്ട്, നോമ്പനുഷ്ഠിക്കുന്ന ആളുകളിൽ ചില ആളുകൾക്ക് പ്രതിഫലമില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ചില പ്രത്യേക കാര്യങ്ങൾ പരിഗണിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് വ്യക്തമാണ്. അങ്ങനെ ശ്രദ്ധിക്കുന്ന ആളുകൾക്കാണ് ആ പ്രതിഫലം ഉറപ്പായിട്ടുള്ളത്. അവരുടെ നോമ്പിനെ കുറിച്ചാണ്, അവർക്കാണ് അള്ളാഹു ഉദ്ദേശിക്കുന്ന പ്രതിഫലം നൽകുന്നത്. അതെന്തൊക്കെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, എത്രയോ നോമ്പുകാരുണ്ട്, റബ്ബു സിയാമി ലൈസ ലഹു മിൻ സിയാമി. ചില നോമ്പുകാരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇല്ലൽ ജുഐ വറബ്ബു ഖായിം ലൈസ ലഹു മിൻ ഖിയാമി ഇല്ല അശ്ശഹർ. റബ്ബു സിയാമി ലൈസ ലഹു മിൻ സിയാമി ഇല്ലൽ ജൂ. എത്രയോ നോമ്പുകാരുണ്ട്, അവന് തന്റെ നോമ്പിലൂടെ പട്ടിണി കിടന്നതല്ലാതെ മറ്റൊന്നും പ്രയോജനമില്ല ഉണ്ടായിട്ടില്ല. പട്ടിണി മാത്രമാണ് അവർക്ക് കിട്ടിയത്. അതുപോലെ വറബ്ബുൽ ഖായിമി ലൈസ ലഹു മിൻ ഖിയാമി ഇല്ല ശഹർ. എത്രയോ രാത്രി നമസ്കാരക്കാരുണ്ട്, അവന് തന്റെ രാത്രി ഉറക്കമൊഴിച്ചു എന്നതല്ലാതെ ആ രാത്രി നമസ്കാരം കൊണ്ട് യാതൊരു പ്രയോജനവും യാതൊരു നേട്ടവും ലഭിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആളുകളെ കൂട്ടത്തിൽ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. പട്ടിണി മാത്രം ബാക്കിയാവുന്ന നോമ്പുകാരുടെ കൂട്ടത്തിൽ നമ്മളാകരുത്. രാത്രി നമസ്കാരങ്ങൾ നമസ്കരിക്കുന്നവരാണ് നമ്മൾ. അത് നമ്മുടെ ഉറക്കം ഒഴിച്ച് അതിന്റെ പ്രതിഫലം ലഭിക്കാത്ത ആളുകളെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകരുത്. കഠിനമായ ചൂടുകാലത്ത് ജോലി ചെയ്യുകയും അതിനിടയിൽ കഷ്ടപ്പെട്ട് നോമ്പനുഷ്ഠിക്കുകയും ചെയ്തിട്ട് പരലോകത്തെത്തുമ്പോൾ യാതൊരു പ്രതിഫലവുമില്ലാതെ ആവുന്ന ആളുകളെക്കാൾ അവനേക്കാൾ വലിയ ഭാഗ്യമില്ലാത്ത ദൗർഭാഗ്യവാന്മാരാരാണുള്ളത്? നോമ്പ് എന്നത് അത് വെറും പട്ടിണിയായി പരിഗണിക്കുന്ന ഇത്തരം ദൗർഭാഗ്യമാരിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ നോമ്പിനെ തകർത്തു കളയുന്ന കാര്യങ്ങളിൽ നിന്ന് പരിപൂർണമായും നമ്മൾ വിട്ടുനിൽക്കണം. അതിന് ആദ്യം അത്തരം കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നോമ്പിനെ തകർത്തു കളയുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് എന്നത്. നോമ്പ് എന്ന് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ഏതേത് സൽക്കർമ്മങ്ങളുണ്ടോ അതിനെല്ലാം തകർത്തു കളയുന്ന കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം. നോമ്പിനെ നിഷ്ഫലമാക്കി കളയുന്ന ചില കാര്യങ്ങളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്നും നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. അതിലൊന്നാമത്തത് അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നതാണ്. സൗബാൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, عن النبي صلى الله عليه وسلم أنه قال لأعلمن أقواما من أمتي يأتون يوم القيامة بحسنات أمثال جبال التهامة بيلا فيجعله الله عز وجل هباء منثورا. അല്ലാഹുവിന്റെ റസൂൽ മദീനയിലെ ഉയർന്നു നിൽക്കുന്ന വെളുത്തു നിൽക്കുന്ന തിഹാമ പർവ്വതത്തെ ചൂണ്ടിക്കാണിച്ച് പ്രവാചകൻ സഹാബികളോട് പറയുകയാണ്, ലഅഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി യൗതൂന യൗമൽ ഖിയാമത്തി ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമ. ഈ കാണുന്ന പർവ്വതമുണ്ടല്ലോ, തിഹാമ പർവ്വതം, അതിന്റെ അത്രയും ഉയരത്തിൽ നന്മകളുമായി ഹസനാത്തുകളുമായി നാളെ ഒരു വിഭാഗം ആളുകൾ ഖിയാമത്ത് നാളിൽ പരലോകത്ത് വരും. ആ നന്മകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കാണിച്ചു കൊടുക്കും. അതിൽ നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, സകാത്തുണ്ട്, ഹജ്ജുണ്ട്, സദഖകളുണ്ട്. നമ്മൾ ചെയ്തു പോയ ഏതേത് സൽക്കർമ്മങ്ങളുണ്ടോ, അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും ആ കൂട്ടത്തിലുണ്ട്. അതിങ്ങനെ കണ്ട് ആ നിൽക്കുന്ന ആ നന്മകൾ ചെയ്തു പോയ വ്യക്തി അതിങ്ങനെ കണ്ടു നിൽക്കും.
ആ സമയത്ത് അവൻ വിചാരിച്ചു പോകും, ഒരു പക്ഷേ റബ്ബേ, ഇത്രയും വലിയ നന്മകൾ എന്റെ കയ്യിലുണ്ടല്ലോ, എനിക്ക് സ്വർഗം കിട്ടാൻ അത് തന്നെ മതിയാകുമെന്നൊരു പക്ഷെ അവൻ വിചാരിക്കും. പക്ഷേ ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതിനെ ഫയജഅലുഹു അല്ലാഹു അസ്സ വജല്ല ഹബാഅൻ മൻസൂറ. ആ നന്മകളെല്ലാം അവന്റെ മുന്നിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ധൂളികളാക്കി, പൊടിപടലങ്ങളാക്കി അതിനെ അന്തരീക്ഷത്തിൽ പറത്തിക്കളയും. അവന് യാതൊരു ഉപകാരവും ആ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉണ്ടാവുകയില്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സഹാബികൾക്കിടയിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സൗബാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ഖാല സൗബാൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സിഫുൽ ലനാ ജല്ലിൻ ലനാ അല്ലാ നകൂന മിൻഹും വനഅനു ലാ നഅലം. റസൂലേ, അത്തരം ആളുകളെ സ്വഭാവങ്ങളെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാലും. കാരണം ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചപ്പോ ഈ ഇസ്ലാമിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി, പ്രവാചകന് വേണ്ടി, പരിശുദ്ധ ഖുർആനിന് വേണ്ടി ശത്രുക്കളിൽ നിന്ന് പീഡനങ്ങളും പ്രയാസങ്ങളും ഏറ്റുവാങ്ങിയവരാണ് ഞങ്ങൾ. ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തവരാണ് ഞങ്ങൾ. എല്ലാ തിന്മകളും ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടായിട്ടും അതെല്ലാം മാറ്റി നിർത്തിയവരാണ് ഞങ്ങൾ. ഇങ്ങനെ നന്മകളുമായി നാളെ പരലോകത്ത് വരുമ്പോ ആ നന്മകൾ പൊടിച്ചു പറത്തിക്കളയുന്ന ആളുകളെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടാതിരിക്കാൻ അവരുടെ സ്വഭാവത്തെക്കുറിച്ച് ഞങ്ങൾക്കൊന്ന് വിവരിച്ചു തന്നാലും എന്ന് റസൂലേ എന്ന് സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. ആ സമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നഹും ഇഖ്വാനുക്കും. അവരാരാണ്? അവർ നിങ്ങളുടെ പുറത്തുള്ള ആളുകളല്ല, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളാണ്, നിങ്ങളുടെ സഹോദരങ്ങളാണ് അവർ. വമിൻ ജിൽദതിഹിം വയഖുദൂന ബില്ലൈലി കമാ തഖുദൂന വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൗ ബിമഹാരിമില്ലാ ഇൻതഖുഹാ. അവർ നിങ്ങൾ രാത്രി നമസ്കരിക്കുമ്പോ നിങ്ങൾ നമസ്കരിക്കുന്ന സഫിൽ നിങ്ങളുടെ കാലുമായി കൂട്ടിമുട്ടി ഒരുമിച്ച് നമസ്കരിക്കുന്ന ആളുകളാണ് അവർ. നിങ്ങൾ നോമ്പനുഷ്ഠിക്കുമ്പോ നിങ്ങളുടെ കൂടെ നോമ്പനുഷ്ഠിക്കുന്നവരാണ് അവർ. നിങ്ങൾ നമസ്കരിക്കുമ്പോ നിങ്ങളുടെ കൂടെ നമസ്കരിക്കുന്നവർ. നിങ്ങൾ ചെയ്യുന്ന ഏതേത് സൽക്കർമ്മങ്ങളുണ്ടോ അതിലെല്ലാം നിങ്ങളുടെ കൂടെ അവരുണ്ടാകും. പിന്നെ എന്താണ് അവർക്കുള്ള കുഴപ്പം? എന്താണ്? പ്രവാചകൻ പറഞ്ഞു, വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൗ ബിമഹാരിമില്ലാ ഇൻതഖുഹാ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയതിൽ അവർ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളിൽ അവർ യഥേഷ്ടം പ്രവർത്തിക്കുന്നവരാണ് എന്ന ആളുകളെ കൂട്ടത്തിലാകുമ്പോ നല്ലവരാണ്, തഖ്വയുള്ളവരാണ്, മുത്തഖിയാണ്, എല്ലാ നല്ല കാര്യങ്ങളിലും അവരുണ്ട്. പക്ഷേ ജീവിതത്തിൽ രഹസ്യമായ ജീവിതത്തിലേക്ക് കടന്നുപോയാൽ, വീട്ടിൽ റൂമിന്റെ ഉള്ളിൽ ഒറ്റക്കാകുമ്പോ, ആരും കാണുന്നില്ല എന്ന ബോധമുണ്ടാകുമ്പോ അവർ ചെയ്തു കൂട്ടുന്നത് വൃത്തികേടുകളും ഹറാമുകളുമാണ്, തിന്മകളാണ്. അവർ കാണുന്നത് നിഷിദ്ധമായതാണ്, അവർ സംസാരിക്കുന്നത് നിഷിദ്ധമാണ്, അവർ കേൾക്കുന്നത് നിഷിദ്ധമാണ്, അവർ പ്രവർത്തിക്കുന്നത് നിഷിദ്ധമാണ്, അവർ നടന്നു പോകുന്നത് നിഷിദ്ധത്തിലേക്കാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങളിൽ അവരുണ്ടാകുമെന്നാണ്. കൂട്ടത്തിലാകുമ്പോൾ നന്മയിലും ഒറ്റക്കാകുമ്പോൾ തിന്മയിലും. അത്തരം ആളുകളെ നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അതെല്ലാം നാളെ പരലോകത്ത് ധൂളികളായി നിശ്ചലമായി പോകുന്ന പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സത്യവിശ്വാസികളിൽ പലരും അവരുടെ ദൗർബല്യങ്ങൾക്കനുസരിച്ച് ചില പാപങ്ങളിൽ അകപ്പെടാറുണ്ട്. സ്വന്തം ദേഹേച്ഛകൾക്ക് അടിമപ്പെട്ടു, പിശാചിന്റെ പ്രേരണകൾക്ക് വിധേയമായോ ആണ് അതത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതിൽ നിന്നും അവർ പിന്മാറുന്നില്ല എങ്കിൽ അവർ എത്ര തന്നെ കഷ്ടപ്പെട്ട് നോമ്പനുഷ്ഠിച്ചാലും പരലോകത്ത് ആ നോമ്പ് ഉപകാരപ്പെടുകയില്ല എന്നാണ്. ആളുകൾക്കിടയിലൊക്കെ നോമ്പുകാരനായിരിക്കും, പക്ഷെ അള്ളാഹുവിന്റെ മുന്നിൽ ആ നോമ്പ് യാതൊരു പ്രയോജനവുമില്ല.
അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിനുള്ള പരിഹാരം. അത്തരം തിന്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കുക. അതോടൊപ്പം റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുക, പാപമോചനം തേടുക. എന്നിട്ട് നോമ്പനുഷ്ഠിക്കുന്ന ആളുകളായി നമ്മൾ മാറണം. അപ്പോഴേ നമ്മുടെ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. രണ്ടാമത്തെ വിഭാഗം, രണ്ടാമത്തെ ആളുകൾ, മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഉപദ്രവിക്കുന്ന ആളുകൾ, സംസാരങ്ങൾ കൊണ്ട് ഉപദ്രവിക്കുക, ആ അഭിമാനങ്ങൾക്ക് പോറലേൽപ്പിക്കുക, ഇങ്ങനെയുള്ള ആളുകൾ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അതദറൂന മൽ മുഫ്ലിസ്. പ്രവാചകൻ ചോദിക്കുകയാണ് സഹാബികളോട്, ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ മുഫ്ലിസായ ആളുകൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ പാപ്പരായ ആളുകൾ. ആരാണ് പാപ്പരായ ആളുകൾ എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് സഹാബികളോട് ചോദിക്കുകയാണ്. അവരൊന്നടങ്കം പ്രവാചകനോട് പറഞ്ഞു, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മതി യഅ്തൂന യൗമൽ ഖിയാമത്തി. ഞങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ഖാലു അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദിർഹമ ലഹു വ മതാ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ദീനാറുകളും ദിർഹമുകളും ഇല്ലാത്ത ആളുകളാണ്, ഒരു വകയുമില്ലാത്ത ആളുകൾ, ജീവിക്കാൻ ഒന്നുമില്ല അവരുടെ കയ്യിൽ. അത്തരം ആളുകളാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മുഫ്ലിസ്, പാപ്പരായ ആളുകൾ. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖാല ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മതി. എന്റെ ഉമ്മത്തിലുള്ള മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ അവർ ജീവിക്കാൻ വകയില്ലാത്തവരല്ല, അവർക്ക് ദിർഹമുകളും ദീനാറുകളും ഇല്ലാത്തവരല്ല. സ്വർണത്തിന്റെ കൂമ്പാരങ്ങളും സമ്പത്തിന്റെ കൂമ്പാരങ്ങളും അവരുടെ കയ്യിലുണ്ട്. ജീവിക്കാൻ 4-5 തലമുറകൾക്ക് ജീവിക്കാനുള്ള വക അവർക്കുണ്ട്. അത്തരം ആളുകളല്ല എന്റെ ഉമ്മത്തിലെ പാപ്പരായ ആളുകൾ. പിന്നെ ആരാണ്? അവർ ഖിയാമത്ത് നാളിൽ നാളെ വരും. എങ്ങനെയാണ് വരുന്നത്? ബിസ്സലാത്തിൻ വസിയാമിൻ വസകാത്തിൻ. നോമ്പ് നമസ്കാരങ്ങളുമായി, നോമ്പനുഷ്ഠിച്ചവരുമായി, സകാത്ത് കൊടുത്തതുമായി, ഇങ്ങനെയുള്ള ഓരോ സൽക്കർമ്മങ്ങളും പ്രവാചകൻ എണ്ണി പറയുകയാണ്. ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്ത ആളുകളാണ്. അവർ നാളെ പരലോകത്ത് വരും. ആ സമയം അതോടൊപ്പം അവർ ചെയ്തു കൂട്ടിയ തിന്മകളുമുണ്ട്. എന്തൊക്കെയാണ് ആ തിന്മകൾ? അവര് വരുന്നത്, അവര് മുഖേന മറ്റുള്ള ആളുകളെ ശകാരിച്ച ആളുകളാണ്. ഒരാളെ അപവാദം പറഞ്ഞ ആളാണ്, വേറൊരുത്തന്റെ സ്വത്ത് തിന്ന ആളാണ്, മറ്റൊരുത്തന്റെ രക്തം ചിന്തിയവനാണ്. അങ്ങനെ അവർ മുഖേന മറ്റുള്ള ആളുകൾക്ക് വാക്കുകൾ കൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ടെല്ലാം ഉപദ്രവങ്ങൾ ഉണ്ടായ ആളുകൾ. അതോടൊപ്പം അവർ ചെയ്തത് നമസ്കാരം, നോമ്പ്, ഹജ്ജൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പരലോകത്ത് ഇവർ വരുമ്പോ ഈ വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ആർക്കാണോ നമ്മൾ ഉപദ്രവം ഉണ്ടാക്കിയത് ആ 2 കൂട്ടരും നാളെ പരലോകത്ത് വരും. എന്നിട്ട് അവർക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർപ്പ് കൽപ്പിക്കുന്നത് ഏത് രൂപത്തിലാണ്? അല്ലാഹു റസൂൽ പറഞ്ഞു, ഫനിയത് ഹസനാതുഹു ഖബ്ല അൻ യുഖ്ല മാ അലൈഹി ഉഖീദ മിൻ ഖതായാഹും ഫതുരിയത് അലൈഹി ثم തുരിഹത് ഫിന്നാർ. അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ഏത് രൂപത്തിലാണ്? അപവാദം പറഞ്ഞ ആളുകൾ, അതുപോലെ സ്വത്ത് അകാരമായി കവർന്നെടുത്ത ആളുകൾ, രക്തം ചിന്തിയവർ, അവരുടെയൊക്കെ പുണ്യങ്ങൾ ഈ മനുഷ്യന്റെ നമസ്കാരത്തിൽ നിന്ന് പകരമായി വാക്കുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയ ആളുകൾക്ക് എടുത്തു കൊടുക്കും.
അതുപോലെ അവൻ അടിച്ചു ഉപദ്രവമുണ്ടാക്കിയ ആളുകൾക്ക് ഇവന്റെ സകാത്തിൽ നിന്ന് കൊടുക്കും. ഇവന്റെ പ്രതിഫലങ്ങൾ മുഴുവനും മറ്റുള്ള ആളുകൾക്ക് അല്ലാഹു വീതിച്ചു കൊടുക്കും നാളെ പരലോകത്ത്. അങ്ങനെ അവസാനം ഇവൻ ചെയ്തു പോയ നന്മകളെല്ലാം അവന്റെ കയ്യിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലാവും. നന്മകളൊക്കെ തീർന്നു പോയി, എല്ലാം മറ്റുള്ളവർക്ക് കൊടുത്തു. പിന്നെയും ആളുകൾ വരികയാണ്, അല്ലാഹുവേ, ഇന്ന മനുഷ്യൻ എന്നെ ആളുകൾക്കിടയിൽ വെച്ച് പരിഹസിച്ചിട്ടുണ്ട്, എന്റെ അഭിമാനത്തിന് പോറലേൽപ്പിച്ചിട്ടുണ്ട്, എന്നെ അടിച്ചിട്ടുണ്ട്, എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള പരാതികളുമായി വീണ്ടും വീണ്ടും ആളുകൾ വരുമ്പോ ഇവന്റെ കയ്യിൽ ഇവന്റെ നന്മകളൊന്നും എടുത്തു കൊടുക്കാനില്ല, അതൊക്കെ മറ്റുള്ളവർ കൊണ്ടുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്, ആ വന്ന് പരാതിപ്പെട്ട ആളുകളുടെ തിന്മകൾ ഈ മനുഷ്യന്റെ മേലിലേക്ക് അല്ലാഹു കൊടുക്കുക. പരാതി പറഞ്ഞ ആളുടെ തിന്മകളെല്ലാം ഈ ഉപദ്രവിച്ച ആൾക്ക് കൊടുക്കുക. എന്നിട്ട് സുമ്മ തുരിഅ ഫിന്നാർ, ആ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് വലിച്ചെറിയും. ധാരാളമായി സൽക്കർമ്മങ്ങളുമായി പരലോകത്ത് വന്ന മനുഷ്യൻ അവസാനം സൽക്കർമ്മങ്ങളുമില്ലാതെ കാലിയായി മറ്റുള്ളവരുടെ തിന്മയും പേറി നരകത്തിലേക്ക് പോകുന്ന ദുരവസ്ഥയുണ്ടാകും. ആ അവസ്ഥ സഹോദരങ്ങളെ നമുക്കുണ്ടാകരുത്. നമ്മുടെ നോമ്പ് നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്, നമ്മുടെ സൽക്കർമ്മങ്ങൾ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അവസ്ഥ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ, മൻ കാന ലഹു മൽമത്തുൻ ലി അഹദിൻ മിൻ ഇർളിഹി ഔ ശൈഇൻ, വല്ലവനും തന്റെ സ്നേഹിതന്റെ അഭിമാനത്തെ വ്രണപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അത് ദീനാറുകളും ദിർഹമുകളും ഉപകാരം ചെയ്യാത്ത നാൾ വരുന്നതിന് മുമ്പായി ഈ ദുനിയാവിൽ വെച്ച് തന്നെ തീർപ്പാക്കിക്കൊള്ളട്ടെ എന്നാണ്. അവൻ വല്ല സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ചെയ്ത അക്രമത്തിന്റെ തോതനുസരിച്ച് അതിൽ നിന്നും മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കുമെന്നാണ്. ഇവിടെ ഈ ദുനിയാവിൽ ഒരു പക്ഷേ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവരുമായി ചണ്ട കൂടി പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് കേസും കൂട്ടൊക്കെ ആയി കഴിഞ്ഞാൽ സമ്പത്തുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പരിഹരിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ നാളെ പരലോകത്ത് ദിർഹമുകളും ദീനാറുകളും ഉപകരിക്കുകയില്ല എന്നതാണ്. അത് ഉപകരിക്കാത്ത ആ ദിവസം വരുന്നതിന് മുമ്പ് ഈ ദുനിയാവിൽ വെച്ച് തന്നെ നിങ്ങൾ പരസ്പരമുണ്ടായ പ്രയാസങ്ങൾക്ക്, ബുദ്ധിമുട്ടുകൾക്ക്, പരസ്പരമുണ്ടായ സകാരങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിക്കൊള്ളട്ടെ എന്നാണ്. അതുകൊണ്ട് മരണം വരുന്നതിന് മുൻപ് അത് തീർപ്പാക്കിക്കൊള്ളണം. ഈ റമദാനിലേക്ക് നമ്മൾ പ്രവേശിച്ചു എന്ന നിലക്ക് ഇത്തരം ആരെങ്കിലുമായി മാനസികമായി പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ തീർപ്പ് കൽപ്പിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ റമദാൻ, നമ്മുടെ നോമ്പ് അല്ലാഹു സ്വീകരിക്കുകയില്ല. സൽക്കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 1-2 ഖുതുബക്ക് മുമ്പ് നമ്മൾ പറഞ്ഞു, എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും സൽക്കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നുണ്ട്. വർഷത്തിൽ ശഅബാൻ മാസത്തിൽ ഉയർത്തപ്പെടുന്നുണ്ട്. ഇത് ഉയർത്തപ്പെടാതെ തടഞ്ഞു നിർത്തുന്ന ആളുകളെ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ടാളുകൾ തമ്മിൽ തെറ്റി നിൽക്കുക, പിണങ്ങി നിൽക്കുക എന്നതാണ്. അവരുടെ സൽക്കർമ്മങ്ങൾ ഉയർത്തപ്പെടുകയില്ല. അങ്ങനെ ഉയർത്തപ്പെടാതിരിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. അതുകൊണ്ട് അത്തരം മാനസികമായ പ്രയാസങ്ങളുണ്ട് എങ്കിൽ അതെല്ലാം നമ്മൾ പറഞ്ഞു തീർത്ത് സുൽഹാക്കുന്ന ആളുകളെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം. മൂന്നാമതായി, മോശപ്പെട്ട സംസാരങ്ങളും പ്രവർത്തനങ്ങളും ചെയ്യുന്ന ആളുകളാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ലം യദ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു. വല്ലവനും കളവ് പറയലും അത്തരം കളവായ കാര്യങ്ങൾ പ്രവർത്തിക്കലും ഉപേക്ഷിക്കാത്ത പക്ഷം അവന്റെ ഭക്ഷണവും പാനീയവും ഉപേക്ഷിക്കുന്നതിൽ അല്ലാഹുവിന് യാതൊരു താല്പര്യവുമില്ല, യാതൊരു ആവശ്യവുമില്ല എന്നാണ്.
മറ്റൊരു ഹദീസിൽ കാണാം, ഇദാ സുംത ഫല്യസും സമഅക വബസറുക വലിസാനുക. ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു നിവേദിച്ച ഹദീസ്. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നോമ്പെടുത്താൽ നിന്റെ കാതും നിന്റെ കണ്ണും നിന്റെ നാവും അതെല്ലാം കളവിൽ നിന്നും ഹറാമിൽ നിന്നും നോമ്പുണ്ടായിരിക്കട്ടെ. അയൽവാസിയെ ഉപദ്രവിക്കുന്നത് നീ ഒഴിവാക്കുകയും ചെയ്യണം. നിന്റെ നോമ്പിന്റെ ദിവസം നിനക്ക് ഗാംഭീര്യവും അച്ചടക്കവും ഉണ്ടാകണം. നിനക്ക് നോമ്പുള്ള ദിവസവും നോമ്പില്ലാത്ത ദിവസവും ഒരുപോലെയാകരുത്. എത്ര അർത്ഥവത്തായ വാക്കുകളാണ്. നമ്മുടെ ആമാശയത്തിന് മാത്രമല്ല നോമ്പുള്ളത്, നമ്മുടെ കണ്ണിന് നോമ്പുണ്ടാകണം. കണ്ണ് താത്തേണ്ടത് കണ്ണ് താഴ്ത്തണം. നാവിന് നോമ്പുണ്ടാകണം. സംസാരിക്കുമ്പോ മോശപ്പെട്ട വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് വരാൻ പാടില്ല. കേൾക്കുന്നത് നല്ലതായിരിക്കണം. സംഗീതവും മ്യൂസിക്കും ഇങ്ങനെ ഹറാമായ കാര്യങ്ങൾ നോമ്പിനും കേൾക്കുകയാണ് എങ്കിൽ പിന്നെ കാതിന് എന്ത് നോമ്പാണുള്ളത്? അങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും നോമ്പുണ്ട് എന്നതാണ്. നോമ്പ് കാലത്തും നോമ്പല്ലാത്ത കാലത്തും ഒരുപോലെയാകരുത്. രണ്ടും വ്യത്യസ്തമായി കൊണ്ടുപോകാൻ സാധിക്കണം. അതുകൊണ്ട് ആ നോമ്പിന്റെ ഗാംഭീര്യം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ നോമ്പനുഷ്ഠിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ, മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചു തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ ഏറ്റവും പരമപ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നോമ്പ് അനുഷ്ഠിക്കുന്ന കാര്യത്തിലൂടെ അല്ലെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകളിൽ ശിർക്ക് വരാൻ പാടില്ല. ബഹുദൈവാരാധനയും വിഗ്രഹാരാധനയും മാത്രമല്ല ശിർക്ക് എന്നത്, മറിച്ച് അള്ളാഹുവിന്റെ കഴിവുകൾ അത് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുക എന്നതും ശിർക്കാണ്. എത്രയോ മുസ്ലിം നാമധാരികളായ ആളുകൾ നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, അതുപോലെയുള്ള സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ വിശ്വാസത്തിൽ ശിർക്ക് കടന്നു വരുന്നു. അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചർപ്പിക്കുന്ന ആളുകൾ, അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് ഗുണവും ദോഷവും പ്രതീക്ഷിക്കുന്ന ആളുകൾ, ഏലസ്, ഐക്കല്ല്, നൂല്, ഉറുക്ക് ഇതെല്ലാം കിട്ടുന്ന ആളുകൾ, ഇതൊക്കെ ശിർക്കിന്റെ പരിധികളാണ്. ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ വന്നാൽ നമ്മുടെ കർമ്മങ്ങൾ മുഴുവനും ബാത്തിലാണ്. അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അവൻ എല്ലാത്തിനും ഏകനാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്. അള്ളാഹു ഏകനാണ്. അള്ളാഹു അവന്റെ കഴിവുകളിൽ നിന്ന് യാതൊന്നും ഒരു സൃഷ്ടിക്കും കൊടുത്തിട്ടില്ല. അല്ലേ? നമ്മൾ കൊടുത്ത കഴിവിൽ നിന്നാണ് ചോദിക്കുന്നതെന്ന് പറയും. അള്ളാഹുവിന്റെ കഴിവിൽ നിന്ന് ഒന്നും തന്നെ അള്ളാഹു ഒരാൾക്കും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കൊടുത്തിട്ടുണ്ട് എന്ന വിശ്വാസം ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ അത് ശിർക്കാണ്. അള്ളാഹു കാണുന്നത് പോലെ കാണുകയും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും ചെയ്യുന്നവർ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഉണ്ട് എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അത് ശിർക്കാണ്. അത് അമ്പിയാക്കളായാലും ഔലിയാക്കളായാലും ശരി, മക്ബറകളിൽ കിടക്കുന്ന പുണ്യപുരുഷന്മാരായാലും അതൊക്കെ അവർ അള്ളാഹു കേൾക്കുന്ന പോലെ കേൾക്കുന്നു, അവർ കാണുന്നു, പരിധിയില്ലാതെ കാണുന്നു, കേൾക്കുന്നു എന്നത് വിശ്വാസം തന്നെ ശിർക്കാണ്. അത്തരം ആളുകൾ മറഞ്ഞ കാര്യങ്ങൾ അറിയുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ മുഴുവനും ബാത്തിലായി പോകും. മരണപ്പെട്ട ആളുകളോട് പ്രാർത്ഥിക്കുന്നതും സഹായം ചോദിക്കുന്നതും
നിഷിദ്ധമാണ്, ശിർക്കായ കാര്യമാണ്. അങ്ങനെ ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ നോമ്പ് അനുഷ്ഠിച്ചാൽ അത് വെറും പട്ടിണിയായി പരിഗണിക്കുമെന്നതാണ്. പട്ടിണി മാത്രമായി മാറും. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരുടെ കർമ്മങ്ങളെ കുറിച്ച്, അവരുടെ കർമ്മങ്ങൾ പരലോകത്തെ അവസ്ഥ എന്താണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു തരുന്നതായി കാണാം. പ്രവാചകന്മാരുടെ കാര്യത്തിൽ വരെ അള്ളാഹു പറഞ്ഞതായി, വലൗ അശ്റകൂ ലഹബിത അഅമാലുഹും ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. അവർ അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നവർ അവർ പ്രവർത്തിച്ചതിനെ പറ്റിയെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം നിഷ്ഫലമായി പോകും. അവരുടെ കർമ്മങ്ങൾ മുഴുവനും ബാത്തിലാണ്. വലഖദ് ഊഹിയ ഇലൈക വഇല الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. തീർച്ചയായും നിനക്കും നിന്റെ മുമ്പുള്ളവർക്കും സന്ദേശം നൽകപ്പെട്ടിട്ടുള്ളത് ഇതത്രേ, അല്ലാഹുവിന് നീ പങ്കാളിയെ ചേർക്കുന്ന പക്ഷം തീർച്ചയായും നിന്റെ കർമ്മം, നിന്റെ കർമ്മങ്ങൾ അതെല്ലാം നിഷ്ഫലമായി പോകും. തീർച്ചയായും നീ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യും. ആരോട് പറയുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറയുകയാണ്, നിനക്കും നിന്റെ മുമ്പുള്ളവർക്കും നൽകപ്പെട്ട വഹയ്യ സന്ദേശം അതെന്താണ്? അത് നീ അല്ലാഹുവിനെ പങ്കാളിയെ ചേർക്കാൻ പാടില്ല. അള്ളാഹുവിന് കഴിവുള്ള പോലെ ഇന്നാൾക്ക് കഴിവുണ്ട്, അള്ളാഹു കേൾക്കുന്ന പോലെ കഴിവുണ്ട് എന്ന അള്ളാഹുവിന്റെ കഴിവുകൾ മറ്റുള്ളവർക്ക് വെച്ച് കൊടുക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നീയാണെങ്കിലും താങ്കളാണെങ്കിലും താങ്കളുടെ കർമ്മങ്ങൾ വരെ നിഷ്ഫലമായി പോകും. അതിന്റെ ശിർക്കിന്റെ ഗൗരവമാണ് അതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ഹദീസിൽ കാണാം, قال الله تبارك وتعالى أنا أغنى شركائي عن الشرك من عمل عملا أشرك في معي غيري تركه وشركه. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹു റസൂൽ പറഞ്ഞു, മഹോന്നതനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അരുളിയിരിക്കുന്നു, ഞാൻ പങ്കുകാരുടെ പങ്കുകളിൽ നിന്ന് ഏറ്റവും ധന്യനും ആരെങ്കിലും എന്നോടൊപ്പം പങ്കു ചേർക്കുന്നവനായി കൊണ്ട് ഏതെങ്കിലും കർമ്മം ചെയ്താൽ അവനെയും അവന്റെ പങ്കുകാരെയും ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാണ്. ആരെങ്കിലും അള്ളാഹുൽ പങ്കു ചേർത്തുകൊണ്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ കർമ്മം അള്ളാഹു സ്വീകരിക്കുകയില്ല, അത് ഉപേക്ഷിക്കും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതോടൊപ്പം സഹോദരങ്ങളെ, 5 നേരത്തെ നമസ്കാരം ഒഴിവാക്കിയാൽ ഗൗരവമുള്ള കാര്യമാണ്. ഇന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ധാരാളം പേർ 5 നേരത്തെ നിർബന്ധമായ നമസ്കാരം നിർവഹിക്കാതെ ജീവിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അവർ പല ദുനിയാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതരാണ്. അവർ റമദാനിലെ നോമ്പ് കൃത്യമായി നിർവഹിക്കും. അവരുടെ നോമ്പിന് പരലോകത്ത് പ്രതിഫലം ലഭിക്കുകയില്ല എന്നാണ്. കാരണം നമസ്കാരം ഉപേക്ഷിക്കുന്നവനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവൻ ഇസ്ലാമിൽ നിന്നും പുറത്താണ്. ഇസ്ലാമിക പ്രമാണങ്ങൾ അതാണ് പഠിപ്പിക്കുന്നത്. അവിടുന്ന് പറഞ്ഞു, ഇന്ന ബൈന റജുലി വബൈന ശിർക്കി വൽ കുഫ്രി തർക്കുസ് സലാത്ത് العهد الذي بيننا وبينكم وبينهم الصلاة فمن تركها فقد كفر. ശിർക്കിന്റെയും കുഫ്രിന്റെയും ഇടയിലുള്ള വ്യത്യാസം അത് നമസ്കാരമാണ്. നമുക്കും അവർക്കും ഇടയിലുള്ള വ്യത്യാസം, മുസ്ലിമിനും കാഫിറിനും ഇടയിലുള്ള വ്യത്യാസം അത് നമസ്കാരമാണ്. ആരെങ്കിലും നമസ്കാരം ഉപേക്ഷിച്ചാൽ ഫമൻ തറകഹാ ഫഖദ് കഫറ, അവൻ കാഫിറായി പോയി എന്ന് അല്ലാഹുവിന്റെ റസൂൽ. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, നമസ്കാരം ഒഴിച്ചുള്ള ഒരു പ്രവർത്തനം, നമസ്കാരം ഒഴിച്ചുള്ള മറ്റ് പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കുന്നതും കുഫ്റായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. നമസ്കാരമില്ലാതെ സക്കാത്ത് ഒഴിവാക്കിയാൽ, നോമ്പ് ഒഴിവാക്കിയാൽ അതൊന്നും കുഫ്റായി എണ്ണിയിട്ടില്ല. എന്നാൽ അവൻ അതിന്റെ ശിക്ഷ അവൻ അനുഭവിക്കും. എന്നാൽ നമസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തുപോയി കുഫ്റായി കാഫിറായി പോകുമെന്നാണ് അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. അവിടുന്ന് ഷെയ്ഖ് അബ്ദുൽ അസീസ്
ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, മൻ തറക സ്വലാത ഹബിത അഅമാലുഹു വലം യുഖ്ബൽ സിയാമുഹു. നമസ്കാരം ഒഴിവാക്കിയാൽ അവന്റെ അമൽ, അവന്റെ പ്രവർത്തനങ്ങൾ അത് പൊളിഞ്ഞു പോകും, അവന്റെ നോമ്പ് പോലും സ്വീകരിക്കപ്പെടുകയില്ല, അത് ബാത്തിലാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, നിസ്കരിക്കാത്ത ഒരാൾ നോമ്പെടുത്താൽ അവന്റെ നോമ്പ് പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ തള്ളപ്പെടുകയും അത് സ്വീകരിക്കപ്പെടാതിരിക്കുകയും ചെയ്യും. അവന് ഉപകാരപ്പെടാതെ പോകും ആ കർമ്മങ്ങൾ, നോമ്പ് പോലും സ്വീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് അത്തരം ആളുകൾക്കുള്ള ഒരു ഉപദേശമായി അദ്ദേഹം പറയാണ്, നമ്മൾ അവരോട് പറയുന്നു, നീ നമസ്കരിക്കുക, എന്നിട്ട് നീ നോമ്പെടുക്കുക. നിസ്കരിക്കാതെ നീ നോമ്പെടുത്താൽ നിന്റെ നോമ്പ് നിന്നിലേക്ക് തന്നെ തള്ളപ്പെടുന്നതാണ്. കാരണം ഒരു കാഫിറിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധനാ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല എന്നതാണ്. ആറാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശരിയായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. ആളുകളെല്ലാം നോമ്പെടുക്കുന്നു, പിന്നെ ഞാൻ മാത്രം എന്തിനാണ് തിന്നാതെയും കുടിക്കാതെയും നോമ്പെടുക്കാതെ ജീവിക്കുന്നത് എന്ന ചിന്തയോടെ അല്ല, പരിപൂർണമായ വിശ്വാസത്തോടെ ഇഹ്തിസാബോട് കൂടിയായിരിക്കണം നമ്മൾ നോമ്പെടുക്കേണ്ടത്. മൻ സോമ റമളാന ഈമാനൻ വഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അവിടുന്ന് റസൂൽ പറഞ്ഞു, ആരെങ്കിലും നോമ്പെടുക്കുക ഈമാനോടുകൂടി വിശ്വാസത്തോടു കൂടി അതുപോലെ ഇഹ്തിസാബോട് കൂടി പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുകയാണ് എങ്കിൽ അവന്റെ ആ നോമ്പ് കൊണ്ട് അവന് കിട്ടുന്ന പ്രതിഫലം അവനിൽ നിന്ന് സംഭവിച്ചു പോയ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി കൊടുക്കുന്നുവെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈമാനോടുകൂടി കൃത്യമായ ഇഹ്തിസാബോടുകൂടി നല്ല നിയ്യത്തോടുകൂടി ആയിരിക്കണം നമ്മൾ നോമ്പനുഷ്ഠിക്കേണ്ടത്. അത്തരം സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുക. നോമ്പിനെ നഷ്ടപ്പെടുത്തി കളയുന്ന, നമ്മുടെ കർമ്മങ്ങളെ ബാത്തിലാക്കി കളയുന്ന ഇത്തരം പ്രവണതകളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. അത്തരം ദൗർഭാഗ്യമായ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്തു പോകുന്ന എല്ലാ കർമ്മങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ആ പ്രവർത്തനങ്ങൾ കാരണത്താൽ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ബന്ധുക്കൾ, അയൽവാസികൾ, നാട്ടുകാർ, ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം ഇന്ന് ഖബറുകളിലാണ്. അവരുടെ ഖബറിടം നീ വിശാലമാക്കണ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണ റഹ്മാനെ. അവരുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണ റഹ്മാനെ. അവരുടെ സൽക്കർമ്മങ്ങളെ സ്വീകരിക്കണ റഹ്മാനെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരും വേദന അനുഭവിക്കുന്നവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ വേദനകൾക്ക് നീ ശിഫ നൽകണ റഹ്മാനെ. അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക്, അവരുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ നീ മായ്ച്ചു കൊടുക്കുകയും പകരം സ്വർഗം നൽകുകയും ചെയ്യുന്ന റഹ്മാനെ. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, അവരുടെ പ്രയാസങ്ങളെ നീ നല്ല രീതിയിൽ ഹലാലായ മാർഗത്തിൽ നീ ദൂരീകരിച്ചു കൊടുക്കണ റഹ്മാനെ. ഹറാമിന്റെ മേഖലകളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണ റഹ്മാനെ. മാതാപിതാക്കളോട് നന്മ ചെയ്യുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണ റഹ്മാനെ. അല്ലാഹുവേ, ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായ പാപങ്ങൾ ധാരാളം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. എല്ലാം അറിയുന്ന നാഥ, ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന